എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുകയല്ലേ. എൻ്റെ ബർത്ത്ഡേക്ക് ആശംസ അറിയിച്ച എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ദൈവം കുടുംബത്തെയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആരോഗ്യം തരാൻ, ദീർഘായുസ് തരുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ആരോഗ്യം. കൂടാതെ ബർത്ത്ഡേ ആഘോഷിക്കാറ് പതിവില്ല. എങ്കിലും ഇക്കൊല്ലം ആഘോഷിക്കണമെന്ന് ഇവിടെ മക്കൾ പറയുന്നുണ്ട്. ആ ആഘോഷം ഉണ്ടാകുന്നത് എൻ്റെ ഇളയ മകൾ താര നാട്ടിലേക്ക് പോയൊക്കെയാണ്. ഒരു അത്യാവശ്യ കാര്യം ഉള്ളത് കൊണ്ടാണ് നാട്ടിലേക്ക് പോയത്. നാളെ മറ്റന്നാൾ വരുമെന്നാണ് പറയുന്നത്. അത് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വരണം, വേഗം വന്നതാരേ. നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. അന്ന് നിങ്ങളെ എൻ്റെ കേക്ക് മുറി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. പിന്നെ SSLC പരീക്ഷയില്ലേ, പിന്നെ +1 പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു പ്രാർത്ഥന. SSLC പരീക്ഷയുടെയും +1 പരീക്ഷയുടെയും കുട്ടികൾക്കും ആ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരീക്ഷ എഴുതാനും വേണ്ട ആരോഗ്യവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും അവർക്ക് കൂടെ ഉണ്ടാകട്ടെ. നന്നായിട്ട് കൊച്ചുങ്ങൾ എഴുതട്ടെ പരീക്ഷ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരും ഉണ്ടാകാതിരിക്കലേ ഉണ്ടാവും. എല്ലാ പരീക്ഷ എഴുതുന്ന ആളുകൾക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷിച്ചിരുന്ന മക്കളെല്ലാവരും പാസ്സാകാതിരിക്കല. പിന്നെ ആശംസ ഇപ്പോഴും അറിയിക്കുന്നുണ്ട്. അവർക്ക് നന്ദി പറഞ്ഞു. ആശംസ അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. എല്ലാവരും കല്യാണത്തിന് വന്നാൽ എനിക്ക് എല്ലാവരോടും വന്ന് സംസാരിക്കാനോ കാണുവാനോ സാധിച്ചില്ല. അത് നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. എന്നാ ശരി, ഓക്കെ. അറിഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. മകളില്ലാത്തതുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇളയ മകളില്ലല്ലോ ഇവിടെ, അതാണ് ഒന്നും ചെയ്യണ്ട. ഇല്ല, താര വന്നതിന് ശേഷം കേക്ക് മേടിച്ച് കട്ട് ചെയ്യുള്ളൂ. എപ്പോഴും ഞാൻ ഒറ്റക്കായിരിക്കുമല്ല. ഇപ്പോൾ താര ഉണ്ടല്ലോ, നമ്മുടെ കുടുംബനാഥി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് വരട്ടെ, അപ്പോൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഹലോ ടീം, ഏറെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥന കേട്ടോ. എന്തെങ്കിലും നേരിട്ട് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി.